ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു. എന്തിനാണ് പത്രപ്രവർത്തകരെ കൊല്ലുന്നത്? എഴുതിയിട്ട്, എന്തെഴുതിയിട്ട്? സത്യാവസ്ഥ എഴുതിയിട്ട്. അധോലോക നായകന്മാരെക്കുറിച്ച് എഴുതിയിട്ട് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുണ്ടെന്ന് ആലോചിക്കണം. അധോലോകക്കാരുടെ പ്രീതി സമ്പാദിച്ച് വാർത്തകൾ ചോർത്തിയെടുക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ടെന്ന് ആലോചിക്കണം. ചമ്പൽക്കാടുകളിൽ ചെന്ന് വാർത്തകൾ ശേഖരിച്ച മാധ്യമപ്രവർത്തകരുണ്ടെന്ന് ആലോചിക്കും. ഇപ്പോഴും ഈ അടുത്ത കാലത്ത് പോലും അതേക്കുറിച്ച് എഴുതിയവരുണ്ട്. എന്തിനു പറഞ്ഞ വീരപ്പൻ്റെ സമയത്ത്, വീരപ്പൻ്റെ കാലഘട്ടത്തിൽ ആനക്കൊമ്പുകൾ മോട്ടിച്ച് തലയ്ക്ക് വില പറഞ്ഞ ഘട്ടത്തിൽ ഈ കോംപ്രമൈസിന് വേണ്ടി വീരപ്പൻ്റെ താവളത്തിൽ ചെന്ന് സംസാരിച്ച് ഇൻ്റർവ്യൂ എടുത്ത മാധ്യമം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അതിൽ 1% കൊല്ലപ്പെടാറുണ്ടെന്ന് ആലോചിക്കണം. യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പല രീതിയിലും ആലോചിക്കണം. എന്തിന് നമ്മൾ 5-6 വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് തന്നെ മാധ്യമപ്രവർത്തകയെ വെടിവെച്ച് കൊന്നിട്ട് അതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ആലോചിക്കണം. കേരളത്തിൽ തന്നെ അധികം പേര് ആ രീതിയിൽ വെടിവെച്ച് കൊന്നിട്ടില്ലെങ്കിലും ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. കോംപ്രമൈസ് ചെയ്ത് സുഖിപ്പിച്ച് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരെന്ന് പറയുകയും അതേ സ്ഥാനത്ത് മാധ്യമ പ്രവർത്തകർ യാതൊരുവിധ സ്വഭാവവും കാണിക്കാതെ സ്വന്തം ജീവനും ജീവിതവും സംരക്ഷിച്ച് സ്വത്തുക്കൾ കൂട്ടുന്ന മാധ്യമ പ്രവർത്തകരും നമ്മുടെ കേരളത്തിലുണ്ടെന്ന് ആലോചിക്കണം. അവിടെയാണ് ഒരു നായിക നടി ഒരു മാധ്യമ പ്രവർത്തകനെ അടിച്ചത്, അടിക്കുകയും ഇടിക്കുകയും ചെയ്തു എന്ന് ആലോചിക്കണം. ആരാണെന്നോ ഒന്നാലോചിച്ച് നോക്ക്. മലയാള സിനിമയിൽ അത്രയ്ക്കൊരു തൻ്റെ ഇടം കാണിക്കാൻ കരുത്തും ശക്തിയും സ്വഭാവമുള്ള നടി ആരായിരിക്കുമെന്ന് സിനിമക്കാർക്ക് അറിയാൻ പറ്റും, ജനങ്ങൾക്ക് അറിയണമെന്നില്ല. പക്ഷെ അവരൊരു മോശം സ്ത്രീയല്ല എന്നാലോചിക്കണം. അവർ നല്ല സ്വഭാവമുള്ള സ്ത്രീയാണെന്ന് ആലോചിക്കണം. പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ ഭാര്യയാണെന്ന് ആലോചിക്കണം. കഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കണം. നടി സീമ ഒരു മാധ്യമ പ്രവർത്തകനെ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കും ചിലർക്കൊക്കെ, അല്ലേ? വിശ്വസിക്കണം. എന്നാൽ സീമയെക്കുറിച്ച് എഴുതിയതിനോ സീമയ്ക്ക് വേണ്ടിയല്ല അങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കണം. പ്രേംനസീറിനെ കുറിച്ച് എഴുതിയതിനെക്കുറിച്ച് ഉണ്ടായത്, പ്രേംനസീറിനെ കുറിച്ച് മോശമായി സംസാരിച്ചുകൊണ്ടാണ് സീമ കണ്ണൂർ സൈഡ്, വടക്കൻ സൈഡിൽ വെച്ചിട്ടുള്ള ലൊക്കേഷനിൽ വെച്ച് ആ മാധ്യമപ്രവർത്തകർ തല്ലിയെന്ന് ആലോചിക്കണം. അപ്പോൾ തന്നെ ആ മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനെന്ന മാധ്യമപ്രവർത്തകൻ സടകുടഞ്ഞെണിറ്റു, എൻ്റെ വർഗത്തിൽപ്പെട്ട ഒരുത്തനെയാണല്ലോ സീമ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ തമ്മിൽ തർക്കമായി. പക്ഷെ വേറൊരു കാര്യം അതിൻ്റെ ഒരു 2 ദിവസം മുൻപ് ഞങ്ങൾ മദ്രാസിൽ വെച്ച് കണ്ടതാണെന്ന് ആലോചിക്കണം. മദ്രാസ് എന്ന് പറഞ്ഞാൽ വേറെ ലോകമാണ്. IV ശശി ആയാലും സീമയായാലും അവിടുത്തെ മറ്റ് ആർട്ടിസ്റ്റുകളായാലും ഞങ്ങളൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉള്ളതാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവിടെ ചെന്ന് ഒരു കാര്യം ഇതിനിടയ്ക്ക് പറയാൻ കാരണം, ഇതിൻ്റെ ഈ അടിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് പറയാൻ കാരണം എന്ന് വെച്ചാൽ സീമയുടെ വേറൊരു സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് ആലോചിക്കണം. നമ്മൾ മോശമല്ല, നല്ല സ്വഭാവം തന്നെയാണ്. ഇങ്ങനെയും സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കാരണം കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു IV ശശി എന്നാലേ. അത്രയും തിരക്കുള്ള സംവിധായകൻ, തിരക്കുള്ള നായികയാണ് സീമ മാലിക. ചെന്നൈയിലെ മഹാലിംഗപുരത്ത് അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത്, പലർക്കറിയാം, അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ 1, 2, 3 വീടിനടുത്താണ് IV ശശി മനോഹരമായൊരു വീട് വെച്ചിട്ടുള്ളത്. ആ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും 3 നില വരും. 3ാമത്തെ നിലയിൽ ഞങ്ങളൊക്കെ കണ്ടു, 3ാമത്തെ നിലയിൽ ബാർ സെറ്റ് ചെയ്തിരിക്കുക. IV ശശി കഴിക്കാനുള്ളതല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കിട്ടുന്ന അപൂർവം കിട്ടുന്ന മദ്യങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കുക. അതായത് ഒരു ശേഖരം, പുസ്തക ശേഖരം പോലെ, കളിക്കോപ്പുകൾ ശേഖരിക്കുന്ന പോലെ വെറൈറ്റി മദ്യത്തിൻ്റെ ശേഖരമായത്. ഇത് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സീമ കയറി വന്നിട്ട് പറഞ്ഞു, കഷ്ടം, ഇവന്മാരുടെയൊക്കെയാണോ അത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്? ഇവന്മാരത് കാണുകയും പോവുകയും ചെയ്തു. അവസാനം എന്താ എഴുതുക? IV ശശിയുടെ വീട്ടിൽ ബാറ് നടത്തുന്നു എന്നാണ് എഴുതുക. എനിക്കറിയാം ഇവരെന്താ എഴുതാൻ പോകുന്നത്. അതല്ലെങ്കിൽ IV ശശിക്ക് പടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മദ്യം വിറ്റ് ജീവിക്കാൻ വേണ്ടി ബാറ് ഇരിക്കുന്നു, ഇതൊക്കെയാണ് എഴുതിയത്. ഇപ്പം ചിരിക്കും കേട്ടോ, ദേഷ്യത്തിലല്ല. സീമയുടെ നേച്ചർ അങ്ങനെയാണ്. സീമയ്ക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, സ്നേഹം തോന്നിയാൽ, ആ സ്നേഹം സത്യസന്ധമാണ്, അതിൽ കൃത്രിമത്വം ഇല്ലാന്ന് തോന്നിയാൽ സീമ ആദ്യം പോയി കെട്ടിപ്പിടിച്ചിട്ട് നഖം ശരീരത്തിൽ ഇങ്ങനെ നഖം ഇങ്ങനെ എത്തും. ശരിക്കും പുറം ഷർട്ടൊക്കെ ഊരി നോക്കിയാൽ ആ പുറത്തിങ്ങനെ നഖത്തിൻ്റെ പാടുകളൊക്കെ കിടക്കാം.
അപ്പോൾ ഞങ്ങളൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, സീമ ഇങ്ങനെ ചെയ്യുന്നത് കഷ്ടമല്ലേ? ഇപ്പോൾ അത് നിങ്ങളിപ്പോൾ കെട്ടിപ്പിടിച്ച് കല്യാണം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ദേഹത്താണെങ്കിൽ അയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ അയാളുടെ ഭാര്യ ഇതെല്ലാം കണ്ടാൽ തെറ്റിദ്ധരിക്കില്ലേ? അപ്പോൾ അന്ന് ഷീലയുടെ മറുപടി, സീമയുടെ മറുപടി എന്താണെന്ന് അറിയാമോ? അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു ഉത്തമ ഭാര്യയല്ല, ഭർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ഭാര്യയും അത് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സീമയുടെ സ്വഭാവങ്ങളിൽ ഒരു ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ ആ വീട് കണ്ട് ഞങ്ങളുടെ അടുത്ത അപ്പോൾ അന്ന് ശശി ലൊക്കേഷൻ പോകാൻ നിൽക്കുന്നു, ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് വേണം. അതായത് ഞങ്ങൾക്ക് അന്ന് ആ MT വാസു എന്ന സാറിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് പോകണം. അന്ന് പാങ്കുരു ഹോട്ടലിൽ സാറ് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാറിനും കൂടി കാണേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഹരിഹരന് വേണ്ടിയിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ശശിയുടെ സെറ്റിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ സീമ പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ നിങ്ങൾ ശശിയേട്ടൻ്റെ വീട് കാണാൻ വന്നു, എൻ്റെ വീട്ടിലേക്കൊന്ന് വരും എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ സീമയുടെ വീടോ? സീമയുടെ വീട് തന്നെയല്ലേ? അല്ല, ഞാൻ വേറൊരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് സീമ വേറെ വീടോ, ഇതാരും പറഞ്ഞു കേട്ടില്ലല്ലോ. എന്തായാലും ഇപ്പോൾ പറ്റില്ല, ഒരു കാര്യം, നാളെ രാവിലെ നമ്മൾ അവിടെ വരുന്നു. കാര്യം ഇന്നത്തെ പ്രോഗ്രാം എല്ലാം നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ MT കാണാൻ പോകുന്നു, അത് കഴിഞ്ഞ് ശശിയുടെ ലൊക്കേഷനിൽ വരുന്നു. വൈകിട്ട് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും സിനിമക്കാരും ഞങ്ങൾ കുറേ ചേർന്നിട്ട് അവിടെയാണ് നമുക്ക് മാറ്ററുകൾ കിട്ടുക. മദ്യപിക്കാൻ പോകുന്നു, മദ്യപിക്കുന്നു, ഗോസിപ്പ് പരസ്പരം പറയുന്നു, ഇതൊക്കെ ഉണ്ട്. പിറ്റേ രാവിലത്തെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് സീമയുടെ വീട് തീരുമാനിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും കൃഷ്ണൻകുട്ടിയും കൂടി സാലിഗ്രാമത്തുള്ള സീമയുടെ വീട് കാണാൻ പോവാണ്. ഞങ്ങൾ തനിച്ചല്ല കേട്ടോ, സീമ തന്നെയാണ് വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ വീട് അറിയും, സാലിഗ്രാമത്തിൽ മനോഹരമായൊരു വീട് സീമ വെച്ചിരിക്കുകയാണത്. അപ്പോൾ ഞാൻ കുറേ സമയം ആലോചിച്ചു, കുറേ നോക്കിയെന്ന് പോയി, ഇത് ഇവിടെ ആർക്ക് താമസിക്കാനാണ്? ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. കാരണം ഇത് സിനിമയാണ്, സിനിമയിൽ എന്തും സംഭവിക്കാം. അപ്പോൾ നാളെ ഒരു പക്ഷേ ശശിയേട്ടൻ എന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു, ഞങ്ങൾക്ക് സിനിമ ഇല്ലാതാകുന്നു, ഏതെങ്കിലും ഒരു വീട് വിൽക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ പേരിൽ വിരിക്കട്ടൊരു വീട്. കാരണം എന്നോട് ഇവിടുന്ന് ആരും ഇറങ്ങിപ്പോകാൻ പറയില്ലല്ലോ, എൻ്റെ കൂടെ എൻ്റെ അമ്മയുമുണ്ട്. അങ്ങനെ ഒരു ദൂര കാഴ്ച പോലെയാണ് സീമ സാലിഗ്രാമത്ത് സ്വന്തമായൊരു വീട് വെച്ചത്. ആ വീട് ഞങ്ങൾ നടന്നു കണ്ട് ഫോട്ടോസ് എല്ലാം എടുത്ത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും ബുദ്ധിമതിയായൊരു സ്ത്രീ, നിഷ്കളങ്കയായൊരു സ്ത്രീ, ഇങ്ങനൊരു കാഴ്ചപ്പാട് പല സ്ത്രീകൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. വരാനിരിക്കുന്ന സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയതെന്ന് ആലോചിക്കണം. പക്ഷേ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വളരെ രണ്ടുപേർക്കും പരസ്പരം അറിഞ്ഞ് ജീവിച്ച ദമ്പതികളായിരുന്നു അവരെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സീമയാണെന്ന് ആലോചിക്കണം. ആ പറഞ്ഞ പോലെ പിന്നെയുണ്ടായി, ഈ വലിയ ശശി താമസിച്ചിരുന്ന വീട് പിന്നീട് ഒരിക്കലും വിൽക്കേണ്ടി ആ ഒരു അവസ്ഥ വന്നു എന്ന് ആലോചിക്കണം. അപ്പോഴും ഉണ്ടായത് സീമയുടെ വീട് തന്നെയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് സീമ പറഞ്ഞു, ഞാൻ കണ്ണൂർ ഭാഗത്തേക്കാണ് പോകുന്നത്, നെസസാറുണ്ട് അവിടെ, ഷൂട്ടിംഗ് ഉണ്ട്, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് സീമ കണ്ണൂരിലേക്കും ഞങ്ങളുടെ കൊല്ലത്തേക്കും ഞങ്ങൾ അന്ന് പോയി എന്നാലോചിക്കണം. കൊല്ലത്ത് വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൊക്കേഷൻ എല്ലാം പറഞ്ഞെത്തും. അങ്ങനെ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഈ പത്രപ്രവർത്തകനെ സീമ അടിച്ചു എന്നുള്ള വാർത്ത കേട്ടത്. അപ്പോൾ തന്നെ ഞാൻ ലൊക്കേഷനിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ച്, അന്ന് മൊബൈൽ ലാൻഡ് ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ വരുന്നുണ്ട്, സീമ എന്തായാലും ആ പത്രപ്രവർത്തനം അടിച്ച് ശരിയായിട്ടില്ല, അത് അത്രയും യോഗിക്ക് ശരിയാവുന്നില്ല എന്ന് ചെന്നപ്പോൾ അപ്പോൾ സീമ പറഞ്ഞു, അടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇനി അടിച്ച വിവരം അറിയുമെന്ന് പറഞ്ഞു. വിവരം ഇങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ നെസസാറുണ്ട്, സീമയുണ്ട്, സംവിധായകനുണ്ട്, മറ്റെല്ലാം ഉണ്ട്. അപ്പോൾ നെസസാറോട് പറഞ്ഞു, സാറേ ഇവിടെ സീമ ഇവിടെ എന്തൊരു ഗുണ്ട സെറ്റപ്പിലാണ്, ഇവിടെ വരുന്ന മാധ്യമപ്രവർത്തകരെ അടിച്ചൊതുക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞു. എന്താ ഞങ്ങൾ അടിക്കുമോ? അപ്പോൾ സീമ അവിടെ നിന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, വേണ്ടി വന്നാൽ നിങ്ങളെ അടിക്കും. ഞാൻ പറഞ്ഞാൽ അത് വിവരം അറിയും, ഒരു വിവരം അറിയില്ല, സീമയോട് കളിക്കാൻ ആരും വന്നിട്ടില്ല എന്നാണ് സീമയുടെ കമൻറ്റ്. അത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ആലോചിക്കണം. അപ്പോൾ ഞാൻ നെസസാറോട്, സാറ് ഇതെന്താ സംഭവം ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ സാറ് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ അടിക്കേണ്ട അടിയാണ് സീമ ആ പത്രക്കാർ കൊടുത്തത്. അവൻ ശരിക്കും പത്രക്കാരൊന്നുമല്ല, പത്രക്കാരൻ്റെ വേഷം കെട്ടി വന്ന ഏതോ ഒരു ചെറിയ പത്രത്തിൻ്റെ ഏതോ റിപ്പോർട്ടറാണെന്ന് ആലോചിക്കണം. അവൻ എന്നെ മോശമായിട്ട് പറഞ്ഞു, മോശമായിട്ട് എഴുതി. അത് സഹിക്കാൻ വയ്യാതെയാണ് സീമ അവനെ അടിച്ചതും ഇടിച്ചതും എന്നാണ് നെസസാർ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ നെസസാർ അങ്ങനെ ഒരാളെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരാളല്ല. ഇപ്പോൾ എഴുതിയാൽ തന്നെ എഴുതിയല്ലേ ശരി, അങ്ങനെ എന്തിനും ഒരു പോസിറ്റീവ് രീതിയിൽ കാണുന്ന ഒരാളാണ് നെസസാർ. ഉള്ളിൽ ഉണ്ടോ അതുണ്ടായിരിക്കാം, പക്ഷേ പ്രകടമായിട്ട് ഒരാളെയും ചീത്ത പറയാറോ ദേഷ്യപ്പെടാറോ അങ്ങനെ സ്വഭാവം നെസസാറിനില്ല.
അത് കഴിഞ്ഞ് ഞങ്ങളിത് അപ്പോൾ അങ്ങനെയാണ് സംഭവമല്ലേ. അല്ല, സീമ ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, പാവം. ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ സീമ നേരെ വന്നിട്ട് കസേര ചെയ്തിട്ട്, എന്തോ നിങ്ങൾ എന്നെ അടിക്കാൻ വന്നിട്ടുള്ളതാണോ? അവരെ തമാശയിലാണത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടു പിരിഞ്ഞതാണല്ലോ. ഇപ്പം എന്താ നിങ്ങൾ എന്നെ അടിക്കാൻ വന്നിട്ടുള്ളൂ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു വർഗത്തിൽ നിങ്ങൾ അടിച്ചു എന്ന് പറയും. നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം ഞങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒരു നടി എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാവിധ അർഹതപ്പെട്ട സ്ഥാനങ്ങളും ഞങ്ങൾ കണ്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും മൈനസായിട്ട് എന്തെങ്കിലും എഴുതിയാൽ ഇപ്പോൾ നിങ്ങൾ രോഷാകുലയാകുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തൊക്കെയോ നെഗറ്റീവായിട്ട് എഴുതിയിട്ടുണ്ടില്ലേ? ഞാൻ നിങ്ങളെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് നല്ല സമീപനം തന്നെയായിരുന്നില്ല. ഇതല്ല. ഇവനെ ഞങ്ങൾ ആദ്യം കാണുന്നതാണ്. ആദ്യം അവനെ പത്രക്കാരനായിട്ട് അവൻ്റെ തല ചോദ്യം ഇത് വന്നു. നസീർ പരിഹസിക്കുന്ന പോലെ, നസീർ അഭിനയിക്കാൻ അറിയില്ല, മറ്റല്ലേ മറിച്ചാലും ചോദിക്കുന്നു. അങ്ങനെയുള്ള ഒരു എത്ര നേരം കേട്ട് നിൽക്കാൻ പറ്റും? സീമയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആ അടി കൊടുത്തു, ഇനിയും കൊടുക്കും. അതാണ് സീമ എന്നാലോചിക്കണം. ആ സീമ മലയാള സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങളുടെ ഒരു പുറകെ നിങ്ങൾ പോകും. ഒരാളും സീമയെ സഹായിച്ചിട്ടില്ല എന്നാലോചിക്കണം. അത് സീമ നേടിയെടുത്ത് സീമയുടെ അഭിനയ കഴിവ് കൊണ്ട് തന്നെയാണ്. അതാണ്ട് വെറുതെ എന്നാൽ സീമയ്ക്ക് റോൾ ഇരിക്കണമെന്ന് കൊടുത്തതല്ല. ഏത് സിനിമയെടുത്ത റോൾ അഭിനയിച്ച് എഴുതി വയ്ക്കുക. ഒരുപക്ഷെ സീമയ്ക്ക് അറിയിക്കുന്ന അംഗീകാരമോ ബഹുമതികളോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് വാങ്ങിക്കാനുള്ള PR വർക്ക് നടത്താൻ സീമയ്ക്കോ IV ശശിക്കോ അറിയില്ല എന്നുള്ളത് വേറെ സത്യം എന്നാലോചിക്കണം. അങ്ങനെയുള്ള ഒരു സീമ ഒരു മാധ്യമപ്രവർത്തകനെ അടിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് രോഷം കൊണ്ടെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അയാൾ അടി കൊള്ളേണ്ടവനാണ് എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി എന്നാലോചിക്കണം. പിന്നീട് സീമ ആരടിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോഴും അവർ സിനിമാ രംഗത്ത് സജീവമല്ലെങ്കിൽ പോലും, ഇപ്പോൾ IV ശശി എന്ന സംവിധായകൻ ഇപ്പോൾ ജീവിച്ചിരിക്കെങ്കിൽ പോലും അനു എന്ന പ്രഗത്ഭനായ വരളരൻ്റെ സംവിധായകൻ മകൻ സീമയ്ക്കുണ്ടെന്ന് ആലോചിക്കണം. ഒരു മകളുമുണ്ടെന്ന് ആലോചിക്കണം. സുഖകരമായ ജീവിതത്തിൽ ദുഃഖങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോഴും നമുക്ക് പറയാം, മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ സീമ എന്ന നടിയെ മറന്നുകൊണ്ട്, സീമ എന്നുള്ള സഹോദരിയെ മറന്നുകൊണ്ട് ഒരു ചരിത്രം എഴുതാൻ പറ്റില്ല എന്ന് പറയാൻ ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ കഴിയും.